എവിടെയുള്ള വിഗ്രഹത്തിനൊന്നും തലയില്ല, രക്ഷയില്ലാത്ത കാട്. എവിടെ ഒരു മരയിപ്പം പൊട്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് വഴി ക്ലോസ് ആയിപ്പോയി. അട്ടേനെ പിടുത്തം ഗൈസ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ മാനിയാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു കാട്ടിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഇതേ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊട്ടിയൂരിനടുത്തായിട്ടുള്ള ഒരു കിടില സ്പോട്ടാണ് പാലുകാച്ചിപ്പാറ എന്ന് പറഞ്ഞത്. പാലുകാച്ചിപ്പാറയല്ല, ഒരു പാലുകാച്ചി മലയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഇത് കണ്ടോ, ഫുൾ ഓഫ് റോഡ്. അങ്ങനെ കയറി വരുന്ന വഴിയെല്ലാം ഫുൾ ഓഫ് റോഡാണ്. അതെല്ലാം കയറിയിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പാലുകാച്ചിപ്പാറ എല്ലാവരും പോയിട്ടുണ്ടാവും. പാലുകാച്ചി മല ഇതുകാരും വന്നിട്ടുണ്ടാവില്ല. കൊട്ടിയൂരിനടുത്തായിട്ടാണ്, ഫുൾ ഓഫ് റോഡാണ്. മേലോട്ട് കയറ്റി ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാം. 1-2 വണ്ടിയെല്ലാം കണ്ടിട്ടുണ്ടായി. അങ്ങോട്ട് ആൾക്കാരെല്ലാം എടുത്തു കുറവ് പോകുന്നു. ഞാൻ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. ഫുൾ ഓഫ് റോഡാണ്. ജിഷി കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. എന്താ അവസ്ഥ എന്നറിയില്ല. മഴ പെയ്യിട്ടുണ്ടെങ്കിൽ ഇറക്കിപ്പോക്ക് ഭയങ്കര സീനാണ്. ഞാൻ എന്തായാലും കയറിയിട്ടുണ്ട്, നോക്കാം നമുക്ക് എന്താ അവസ്ഥയാകുവാന്ന്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് കയറി വന്നിട്ടുണ്ട്. ഓഫ് റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഫുൾ പച്ചപ്പുല്ലും ചപ്പും ചാവറിലായതുകൊണ്ട് സ്ലിപ്പായി കളിക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്യിട്ടുണ്ടെങ്കിൽ കയറില്ല. വണ്ടി എടുത്തം വരെ കയറ്റിയിട്ടുണ്ട്. എങ്ങോട്ടാ എന്താണെന്നറിയില്ല, നമുക്ക് കയറി നോക്കാം. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് എത്തിയിട്ടുണ്ട്. ഓഫ് റോഡ് എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല മോശമില്ലാതെ ഓഫ് റോഡ് തന്നെ കേട്ടോ. പിന്നെ ഈ വഴിയൊന്നും ഇപ്പോൾ ആരും വരുത്തില്ല. ഒരു 2 ആൾക്കാർ കണ്ടിട്ടുണ്ടായി ആ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്നത്. അവർ പറഞ്ഞു വെച്ചാൽ ഇങ്ങോട്ട് ഇപ്പോൾ ആരും വരുത്തില്ല, ഈ വഴി വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് ഗൂഗിൾ വെച്ച് കാണിച്ചെന്ന വഴിയല്ലേ വരാൻ പറ്റൂ. ഗൂഗിൾ വെച്ച് കാണിച്ചെന്ന വഴിയായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ടതായി നമുക്ക് കുറച്ച് വൈബ് റൂട്ട് കിട്ടി. നമുക്കിനി മേലോട്ടൊക്കെ കയറണം. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ വഴി മുന്നോട്ട് പോയിട്ട് 2ാമത്തെ ലെഫ്റ്റ് കയറാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 4 ആൾക്കാരായിട്ട് കയറിക്കോന്ന് പറഞ്ഞു നമ്മളോട്. 4:30 വരെ ഇവിടെ ഉള്ളൂ. 8:30 തൊട്ട് 4:30 വരെയാണ് ഇവിടുത്തെ സമയം. ഞാൻ ജിഷിനെ കാത്തിക്കുന്ന, ജിഷി വീഴാണ്ട്. അപ്പോൾ എന്തായാലും മേലോട്ട് കയറി വെക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, വൈബ് സ്ഥലം തന്നെ. പക്ഷെ കുറച്ച് നേരത്തെ വരണം വരുന്ന ആൾക്കാർ. ഞാൻ മുട്ടക്കയറ്റ കയറി വന്ന് ഇതാ ഇവിടെ അങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്, പാലുകാച്ചി മല ഇടത്തോട്ട്. ഈ റൂട്ടപ്പോൾ കയറി പോകണ്ടേ. ഈ വഴിയായിരിക്കും അപ്പോൾ അവർ പറഞ്ഞ വഴി. വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ ഈ വഴിയാണ് പോകണ്ടേ. അപ്പോൾ നോക്കാം ഈ വഴി തന്നെയാണോ അറിയില്ല. പറഞ്ഞെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ തോന്നുന്നത്. നല്ല വ്യൂവും കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടുന്ന്. നോക്കിയാൽ എന്താ വ്യൂ. താഴെ ആ ഒരു ഏരിയ, കൊട്ടിയൂർ ആ ഒരു ഏരിയയിലാണ് കേട്ടോ. നമുക്ക് എന്തായാലും പോയോക്കാം. നമ്മളങ്ങനെ ആ ഒരു ടിക്കറ്റ് കൗണ്ടർ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. എന്താ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ട് വായിച്ചോ. നമുക്ക് എത്തിച്ചേരേണ്ടത് ആ ഒരു മലേനുള്ള ഈ ഒരു പള്ളീൻ്റെ സൈഡിലുള്ള വഴിയിലോട്ട് അങ്ങോട്ട് നടക്കണം. ഈ വണ്ടി കയറി വരുന്ന പറഞ്ഞത്. അതുപോലെ ടിക്കറ്റ് കൗണ്ടർ അടച്ചിട്ടുണ്ട്. അവർ നമ്മളോട് കയറിക്കൊന്ന ടിക്കറ്റ് കൗണ്ടറിലെ ആൾക്കാരൊക്കെ കണ്ടിന്. അവർക്ക് പൈസയും കൊടുത്ത് കയറിക്കൊന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പോയിരുന്നു. അപ്പോൾ സീനില്ല. നേരെ നമ്മളിനി അങ്ങോട്ട് കയറട്ടെ. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു അമ്പലം ആ ഒരു ഏരിയയെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെറിയൊരു വിഗ്രഹവും കാര്യങ്ങളും, ഗണപതിൻ്റെ വിഗ്രഹമെല്ലാം ഉണ്ട്. വണ്ടിയുടെ വെച്ചിട്ട് നമുക്കിനി ഇങ്ങോട്ടേക്ക് കയറണം. കാട് വഴിയാണ്ട. ഇവിടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. 8 to 4 കേട്ടോ അടുത്ത ടൈം. നമുക്ക് എന്തായാലും മേലോട്ടേക്ക് കയറി നോക്കാം. ഇവിടെയുള്ള വിഗ്രഹത്തിനൊന്നും തലയില്ല. എന്താ സംഭവം ഇവിടെ, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് മക്കളെ. ഒരു രക്ഷയില്ലാത്ത കാട്. നോക്കിയാൽ ഫുള്ള് ഇരുട് പിടിച്ചിട്ടുള്ള. പക്ഷെ പോകുന്ന വഴിക്കെല്ലാം കുറേ ആനപ്പിണ്ടം കാണുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ ആനയൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. കയറിക്കോ. പിന്നെ അവിടെ ഒരു മരയിപ്പം പൊട്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വഴി ക്ലോസ് ആയിപ്പോയി. കാട് വഴി കയറ്റി പുറത്തേക്ക് ഇറങ്ങി. അങ്ങോട്ട് ആൾക്കാർ വരുത്ത് കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല കിടില മരവും കാര്യങ്ങളുണ്ട്. എന്താ വണ്ണ ഈ മരം വൈവ നൈസാണല്ലോ. ഓ മൈ ഗാഡ്. അപ്പോൾ നമ്മളങ്ങനെ കയറി പകുതി കത്തിയുണ്ട്. ഒരു രക്ഷയില്ലാതെ കുന്നു കേട്ടോ. നല്ല മുട്ടക്കുന്നമ്മേ. ജിങ്കപ്പയുണ്ട് കയറി പോന്നു. എന്താ മോനെ ഇതേതാ കുന്ന്? മുട്ടാക്കുന്ന്. ടോപ്പിലെത്തിയിട്ട് ബാക്കി കാഴ്ച കാണിച്ചു തരാം. അട്ടക്കടി അട്ടയുണ്ട് ഗൈസ്. കണ്ടോ ഇരിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എടുത്ത് വെടിയുള്ള അട്ടേനെ പിടുത്തം ഗൈസ്. ചെരുപ്പിൻ്റെ ഉള്ളിൽ അട്ട കയറി ഇരുന്നിട്ട് അങ്ങനെ അട്ടേനെ കിട്ടി ഗൈസ്. അട്ടേനെ കിട്ടിയത് തപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ജിങ്കപ്പൻ കേറിക്കോ. കൊത്ത് ഗൈസ്. വലിയ മരം ഗൈസ്.
ഗൈസ് അപ്പം അങ്ങനെ ആ ഒരു മലേൻ്റെ ടോപ്പിലെത്തി തുടങ്ങിയിട്ടുണ്ട്. ഫുൾ പച്ചപ്പായി ഗൈസ്. ഏതാമാന വ്യൂ സിംഗപ്പൻ അരവിന്ദം തളർന്നു. ബൈ ഗൈസ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ചെയ്തു. അവിടെ നിന്ന് നടന്നിട്ട് നമ്മൾ ഇടത്തും വരെ എത്തി ഗൈസ്. അങ്ങനെ വേർത്ത് കുളിച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ ടോപ്പിലെത്തിയുണ്ട്. വേണ്ട വേർപ്പിലെടുത്ത് ചാടുന്നു. എടുത്ത വ്യൂ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇത് രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇതാണ് മക്കളെ എടുത്ത വ്യൂ. വേണ്ട താഴെ കൊട്ടൂർ ടൗണും കാര്യങ്ങളിലാണ്. ശരി മലേൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ചുറ്റി നടക്കാം. അങ്ങോട്ടെല്ലാം പോയിട്ടുള്ള ചെടി ഇതുപോലത്തെ കുറേ വിഗ്രഹങ്ങൾ കാണുന്നുണ്ട്. തലയില്ലാതെ വിഗ്രഹങ്ങൾ. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അറിയുന്ന ആൾ കമൻറ്റ് ചെയ്യും ഇതിനെ പറ്റിയിട്ട്. ആ ഒരു മലേൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കിടിയിൽ കമ്പിയുണ്ട്. ഒരു കല്യാണം. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ എടുക്കുന്നത് റിസ്ക് എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ അവസ്ഥ. ഒരു മല നമ്മളെ പൈതൽ മല പോലെ തന്നെ കയറി വരാൻ പറ്റിയൊരു മല. നമ്മുടെ കൊട്ടിയൂരിനടുത്തായിട്ടുള്ളൊരു മല. അങ്ങോട്ടേക്ക് കയറേണ്ടത്. ലാസ്റ്റ് ഈ ഒരു മലേൻ്റെ അറ്റത്ത് വന്നിട്ടുണ്ട്. അഗാധമായ കൊക്കെയാണ് ഗൈസ്. താഴത്തേക്ക് നല്ല കാറ്റുണ്ട്. ചിലപ്പോൾ തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ താഴെ എത്തും. ഇതാണ് അപ്പോൾ ഇവിടുത്തൊരു കാഴ്ച. നല്ല വൈബുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ റോഡിലൂടെ വരുമ്പോൾ തന്നെ ഈ ഒരു മല കാണാൻ പറ്റും. കുത്തനെയുള്ളൊരു മലയാണ്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു പാലുകാച്ചി മല. ഇവിടെ തന്നെ സംഭവം എന്ന് പറഞ്ഞാൽ കുറേ വിഗ്രഹങ്ങളും അമ്പലം എന്തെല്ലോ കാണുന്നുണ്ട്. ഇനി കൂടുതൽ പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് അറിയില്ല. എല്ലാം തലയില്ലാതെ പ്രതിമകളാണ് കാണുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു മല അധികം ആൾക്കാരൊന്നും വരുന്നില്ല. ഈ ഒരു മലകളെ പരിചയപ്പെടുത്തി വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നാലും വൈകുന്നേരമായിട്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം വരാൻ പറ്റിയൊരു കിടില സ്ഥലമാണ് കേട്ടത്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല കോടയും കാര്യങ്ങളായിരിക്കും. ഇപ്പം തന്നെ കോട ഇങ്ങനെ മൂടി വരുന്നുണ്ട് ആ സൈഡിൽ നിന്നല്ലോ. കൊട്ടിയൂർ സൈഡിലായതുകൊണ്ട് എന്തായാലും നല്ല കോടയായിരിക്കും. ഇതാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളോ. രക്ഷയില്ല മക്കളെ. നമ്മൾ ഇത്രയും അടുത്തന്നെ ഇത്രയും നല്ല കിടില സ്ഥലങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ആരും വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എല്ലാവരും മൂന്നാറിലേക്കും കൊടൈക്കനാലിലേക്കെല്ലാം പോകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കെല്ലാം വന്ന് നോക്കുക. അത് വേറൊരു വൈബാണ്. ഇവിടുത്തെ അവിടെ ഇരുന്നാണ്ടോ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വൈബില്ല മക്കളെ. എന്തായാലും ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്കെല്ലാം വരിക. ഇതാണ് പാലുകാച്ചി മല. പാലുകാച്ചിപ്പാറ വേറെയുണ്ട്. ഇത് പാലുകാച്ചി മല. പാലുകാച്ചിപ്പാറ നമ്മളെ ശിവഗിരി സൈഡിലുള്ള അതാണ് പാലുകാച്ചിപ്പാറ. ഇത് പാലുകാച്ചി മല. നല്ല കാറ്റുണ്ട്. ടിക്കറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് സേഫാണ്. എല്ലാവർക്കും വരാൻ പറ്റും. ഏകദേശം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരിക്കലായിട്ട് നടക്കാനുണ്ട് കാട്ടിലൂടെ. ആ പൈതൽ മലയിൽ ചെറിയൊരു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പല അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.